വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് ആക്ച്വലി ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. നമ്മൾ ആർക്കൊക്കെയാണ് ബർത്ത്ഡേ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്? എന്താണ് ബർത്ത്ഡേ നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കൂട്ടി ഇണക്കിയിട്ടൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ചെറിയ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാം. പേരുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒന്ന് മാമൻ്റെയും ഒന്ന് അമ്മേൻ്റെയും. ഒന്ന് തുടങ്ങണം ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. ബലൂൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വ്ളോഗ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള വേഗം ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മാമൻ്റെയും അമ്മേൻ്റെയും ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ SM സ്ട്രീറ്റിലാണ് പോയത്, യൂഷ്വലി പോകുന്ന പോലെ തന്നെ. അപ്പം ഒക്ടോബർ 21 മാമൻ്റെ ബർത്ത്ഡേ, നവംബർ 6 അമ്മേൻ്റെ ബർത്ത്ഡേ. സോ രണ്ടും വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം സൺഡേ ആണ്, വീട്ടിലെല്ലാവർക്കും വരാൻ പറ്റുന്നൊരു ഡേ ആണ്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി നമ്മൾ തലേ ദിവസം ഷോപ്പിങ്ങിന് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് മാമനും അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ SM സ്ട്രീറ്റിലുള്ള ഒയാസിസിൽ പോയി. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ടാണ് സെയിലൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും, നമുക്ക് റേറ്റൊക്കെ നല്ല അഫോർഡബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ യൂഷ്വലി പോകുന്ന ഒരു സ്ഥലത്താണ് പോയത്, ഡെക്കറേഷൻ സെൻറ്റർ ഒയാസിസ് തന്നെയല്ലേ. അവിടെ നമുക്ക് വേണ്ട ഒരുവിധം എല്ലാ ഡെക്കറേഷൻ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അമ്മേൻ്റെ 60th ബർത്ത്ഡേക്ക് നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് വന്നിട്ട് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അവിടെ തന്നെ വാങ്ങി. സോ പൊതുവേ എന്തെങ്കിലും ബർത്ത്ഡേസോ അല്ലെങ്കിൽ ക്രിസ്മസോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് തന്നെ എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത്ര വലിയ ഡെക്കറേഷൻ സ്പെഷ്യലിസ്റ്റൊന്നും അല്ലെങ്കിലും എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ചേച്ചിയും നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് പറ്റുന്ന രീതിയിലുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ബർത്ത്ഡേക്ക് നമ്മൾ ഇവിടേക്ക് സാധനം വാങ്ങാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മളുടെ മൈൻഡിലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, ലൈക്ക് ബലൂണ്, ബാനർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വീറ്റ്സ് വാങ്ങാൻ പോയി. അതിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മഞ്ചാണ്. അപ്പം മാമനും മഞ്ച് ഇഷ്ടമാണ്. അപ്പം നമ്മൾ രണ്ടുപേർക്കും കൂടി ഇഷ്ടപ്പെട്ട മഞ്ച് വാങ്ങി. പിന്നെ അത്യാവശ്യം നല്ല ചോക്ലേറ്റ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഷോപ്പായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ബട്ട് എല്ലാം നമുക്ക് കിട്ടും. നല്ല അഫോർഡബിൾ പ്രൈസസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നിമ്മി ചേച്ചി നമ്മളെ ജോയിൻ ചെയ്തു. കാരണം നിമ്മി ചേച്ചിയും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. മാമനും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ജിജോട്ടനും വന്നു. വർക്ക് കഴിഞ്ഞ് എല്ലാവരും ജോയിൻ ചെയ്തു. പിന്നെ നമ്മൾ 4 പേരും കൂടിയാണ് ഷോപ്പിംഗ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഐറ്റംസാണ് വാങ്ങിയെന്ന് കാണിച്ചു തരാം. സോ ബലൂണാണ് മെയിനായിട്ട് വാങ്ങിയത്. നമ്മൾ വൈറ്റ് കളർ ബലൂണും പിന്നെ ഒരു പീച്ച് കളറാണെന്ന് തോന്നുന്നു അത്. അങ്ങനെ 2 കളർ ബലൂൺ വാങ്ങി. സോ ഇത് നമ്മൾ അവരുടെ ഡ്രസ്സിന് മാച്ചായിട്ടാണ് ഈ പീച്ച് കളർ വാങ്ങിയത്. പിന്നെ നമ്മളൊരു കാൻഡിൽസിൻ്റെ ചെറിയൊരു പാക്കറ്റ് വാങ്ങി. ഇത് യൂസ് ചെയ്യുമോയെന്ന് അറിയില്ല, ബട്ട് നമ്മൾ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ബാനർ, ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത്. സോ എനിക്കിത് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ബാനർ വാങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 60th ബർത്ത്ഡേക്ക് അന്ന് ഷോപ്പിംഗ് ചെയ്ത സമയത്ത് വാങ്ങിയൊരു ഇത് ബലൂൺ വീർപ്പിക്കുന്ന ഒരു സാധനം, അതുണ്ടായിരുന്നു നമ്മളുടെ അടുത്ത് ഓൾറെഡി. പിന്നെ നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം വാങ്ങി. പിന്നെ സിൽവർ കർട്ടൻസ് ആണ് വാങ്ങിയത്. അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് LED ലൈറ്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് വാം ലൈറ്റിൻ്റെയും പിന്നെ ഒന്ന് മൾട്ടി കളേർഡ് ആയിട്ടുള്ളതും പിന്നെ ഒരു സ്റ്റാറിൻ്റെ ഒരു അത് ഭയങ്കര ലൈറ്റാട്ടോ സ്റ്റാറിൻ്റെത്. അതിൽ മാത്രമല്ല നമുക്കതിൽ നമ്മളുടെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നൊരു LED ആയിരുന്നു. അപ്പോൾ ഇതും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നമ്മളെ വാം ലൈറ്റ് നമ്മളെ ചതിച്ചു. കാരണം ലാസ്റ്റ് മിനിറ്റിൽ ആൾ വർക്ക് ചെയ്യാതെ ആയതോടെ മൊത്തം ചടച്ചു തന്നെ പറയാം. സോ എൻ്റെ മുന്നത്തെ വ്ളോഗ് കണ്ട ആളുകൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഞാൻ എത്രത്തോളം വലിയൊരു ഫുഡിയാണെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ചിനുണ്ടായിരുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ്. അമ്മായിയാണ് വെച്ചിട്ടുള്ളത്. സോ അമ്മായിൻ്റെ ബിരിയാണിയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. നെയ്ച്ചോറ് ഫസ്റ്റ് ടൈം കഴിക്കായിരുന്നു, ബട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.
ആൻഡ് നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ബട്ട് നമ്മൾ വിചാരിച്ച ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. സോ നമ്മൾ ചൂസ് ചെയ്ത റൂം എൻ്റെയും ചേച്ചീൻ്റെയും റൂമായിരുന്നു. പക്ഷേ അന്ന് ഒടുക്കത്തെ ചൂടായിരുന്നു. ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ റൂമിൽ AC ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് റൂം ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം തൽക്കാലം നമ്മൾ ബലൂണൊക്കെ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് തുടങ്ങിയെങ്കിലും നമുക്ക് ചൂട് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേഗം നമ്മൾ വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇതാ നമ്മളെ റൂം ഒന്ന് ചേഞ്ച് ചെയ്തു. നമ്മളെ പ്ലാനെ കംപ്ലീറ്റ് മാറ്റി. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ റൂമിൽ AC ഇല്ല. സോ ഈ റൂമിൽ ഇത് ഗോപുവിൻ്റെ റൂമാട്ടോ. ഇവിടെ AC ഉണ്ട്. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അവിടെ നിന്ന് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്യാൻ വിചാരിച്ചത്. സോ ഈ ഒരു വോളിൽ ഇരിക്കുന്നുണ്ടാവാം. ഓക്കെ, ഇത് ഒഫീഷ്യൽ ബലൂൺ വീർപ്പിക്കുന്ന ആൾ, അത് കെട്ടുന്ന ആൾ. ഇത്രയും നേരം ഞാനായിരുന്നു കിട്ടിയത്, പക്ഷെ ഇപ്പോൾ ഞാനത് കൈമാറി. നമ്മൾ മൾട്ടി ടാസ്കിങ് ആവാണ് കഴിച്ചത്. കുട്ടികൾ നമ്മളെ പണി പഠിക്കാം. പക്ഷെ അമ്മയ്ക്ക് ഡൗട്ടുണ്ടോ എന്നൊരു ഡൗട്ടൊക്കെ. കുട്ടികളാണ് പ്രശ്നം. ബലൂണല്ലേ, നമുക്ക് നോക്കാം. കുടുംബശ്രീക്ക് പോകുന്ന തന്ത്രപരമായി നമ്മൾ മോളി ചേച്ചിയോട് പറഞ്ഞു അമ്മേനെ കുടുംബശ്രീക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഇപ്പോൾ ഇതാ കൂട്ടിക്കൊണ്ടുപോവാണ്. പാവതാ പോള നമ്മളിതാ ഇവിടെ സെറ്റ് പറഞ്ഞോ. പോയിരിക്കുകയാണ്. നമ്മൾ കേക്ക് എത്താനായിട്ടുണ്ട്. ഹൗ യു ഡൂയിങ്? കേക്ക് വരാനുണ്ട് ഇപ്പം കേക്ക് വരും, അതിന് വെയിറ്റ് ചെയ്യാണ്. വീട്ടിൽ പോയിക്കോ. കേക്ക് ഓർഡർ ചെയ്തത് ഇപ്പം എത്തും. അപ്പോൾ അമ്മ അവിടെയാണ് അമ്മ ഉണ്ടാവുക. അപ്പം ഞാനിവിടുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അമ്മ വരുന്നുണ്ടോ നമ്മൾ വരുന്നതിന് മുന്നേ നമുക്ക് കേക്ക് വാങ്ങണം. കുറേ നേരം കേക്കുകാരെ വിളിച്ച് കക്കൂടി മുക്കെത്തി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. പക്ഷെ ഇത്ര നേരമായിട്ട് കാണുന്നില്ല. നമ്മൾ വേഗം ഇത് മുകളിൽ കൊണ്ടുപോയിട്ട് വെക്കട്ടെ കേട്ടോ. അമ്മ എത്തിയിട്ടില്ല ഇതുവരെ. സോ വേഗം കൊണ്ടുവച്ചിട്ട് നമുക്ക് വരാം. ഓക്കെ ചാർലി ബേബി. അപ്പോൾ നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ എൻ്റെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. മര്യാദയ്ക്ക് നിന്നുകൊണ്ടിരുന്ന ആ ബർത്ത്ഡേയിലെ 6-നെ ഞാൻ അങ്ങ് കുത്തിക്കൊന്നു. അത് പിന്നീട് ഈ ഒരു അവസ്ഥയിലേക്കായി മാറി. സങ്കടമായി കണ്ടപ്പം. ബട്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഡെക്കറേഷൻസ് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കമൻസിൽ അറിയിക്കണേ. ഇഷ്ടമായാലും അറിയിക്കണം, ഇഷ്ടമായിട്ടില്ലെങ്കിലും അറിയിക്കണം കേട്ടോ. കാരണം നമ്മൾ ഒത്തിരി ടൈം എടുത്ത് ചെയ്തൊരു സാധനമാണ്. കാരണം നമ്മൾ വിചാരിച്ച അത്രയ്ക്കും എത്തിയിട്ടില്ലെങ്കിലും അമ്മയും മാമനും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാം കേട്ടോ.
ഞാനല്ലേ നന്ദി എപ്പോഴും വേണമെന്ന് വെക്കുക. പിന്നെ മറ്റേ ജാക്കിന് അത് മറ്റു കൊടുത്തിന് നൈറ്റിലെ ഫുഡാണ്. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ ബിരിയാണിയാണ് വെക്കുന്നത്. കല്ലുമ്മക്കായ ചെറിയ കല്ലുമ്മക്കായാണ്, പക്ഷെ കുറച്ചധികം ഉണ്ട്. മോഹൻദാർ പോയി കടുക്ക പിടിച്ചു. അവിടുന്ന് കൊണ്ടുവന്ന് കടുക്ക ബിരിയാണി ഞാൻ ഉണ്ടാക്കി. റെഡിയല്ലേ? അപ്പോൾ നൈറ്റ് നമുക്ക് സ്പെഷ്യലായിട്ട് നിമ്മി ചേച്ചിയുടെ കടുക്ക ബിരിയാണിയും പൊറോട്ടയും ചിക്കൻ കറിയും ആയിരുന്നു. അപ്പോൾ കടുക്ക ബിരിയാണിയുടെ റെസിപ്പി ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ചെറിയ വീഡിയോ ആയിരിക്കും, ബട്ട് ഞാൻ എന്തായാലും ഇടാം. You prepare? Yeah. What prepare? Biryani, pina porota, fried kalmakai, chapati. എല്ലാം ഞങ്ങളാ അതെ. ഉള്ളി കട്ട് ചെയ്യുന്നത് മുതൽ പാത്രം കഴുകുന്നത് വരെ ഞങ്ങളാണ്. എന്താ ഒറ്റയ്ക്ക് കഴിക്കുന്നേ? പോണ്ടേ? ഞാൻ വരാൻ വെയിറ്റ് ചെയ്തൂടെ? എനിക്ക് തൈര് വരണം. എന്താ കാണുന്ന ARM അല്ലേ? ARM അല്ലേ? ഇത് കണ്ടല്ലോ ഓൾറെഡി തിയേറ്ററിൽ പോയിട്ട്. അപ്പം പരിപാടി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി. അമ്മയായാലും മാമനായാലും നമ്മൾ സർപ്രൈസ് ആണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. സർപ്രൈസ് ആയിട്ടുണ്ട്. എന്തോ അമ്മ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആക്ച്വലി അമ്മനോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റീൽസ് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേലേക്ക് പോകുന്നത്, പ്രാക്ടീസ് ചെയ്യാണ്, റീൽസിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ കള്ളത്തിനൊക്കെ പറഞ്ഞിട്ട് ആ മേലേന്ന് ഇതിനുള്ള ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ അതന്നെ വിചാരിച്ചോണ്ടിരുന്നത് ഡാൻസ് കളിക്കാൻ തന്നെ വിചാരിച്ചു. ആ ഡാൻസിൽ എന്തോ കാണാമെന്നുള്ള രീതിയിൽ തന്നെ കയറി വന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ ആണ് ആ വീഡിയോയിൽ നിങ്ങൾക്ക് ശരിക്കും കണ്ടാൽ മനസ്സിലാവും. ശരിക്കും സർപ്രൈസ് ആയിട്ട് മാമനും അമ്മേനെ മാത്രം എക്സ്പെക്ട് ചെയ്യുന്നു. അമ്മേൻ്റെ അല്ലേ എന്നുള്ള രീതിയിൽ വരുമ്പോൾ പെട്ടെന്ന് മാമനോട് കണ്ടപ്പോൾ ഓ എന്നുള്ള രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര ടയർഡായി കിടക്കുക. എല്ലാവരും ഓരോ മൂലയ്ക്ക് ടയേർഡായി. കാരണം ഒരു 5 മിനിറ്റിൻ്റെ കാര്യമാണെങ്കിലും എഫേർട്ട് ഒരുപാടായിരുന്നു. ഡെക്കറേറ്റ് ചെയ്ത് ഒട്ടിക്കുന്നത് എല്ലാം ഒരു ടാസ്ക്കാണ്. പിന്നെ നമ്മൾ റൂം ആദ്യം പ്ലാൻ ചെയ്തതെല്ലാം നമ്മൾ പിന്നീട് മാറ്റേണ്ടി വന്നു. കാരണം ചൂട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഇത് ചെയ്യാനേ പറ്റുന്നുണ്ടായില്ല. ഫാൻ ഓഫ് ആക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിലൊരു ഹരിബറിയായി. പിന്നെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ മൊത്തത്തിലൊരു കൺഫ്യൂഷനായി. പിന്നെ നമ്മൾ LED ചതിച്ചു. ഞാൻ മര്യാദയ്ക്ക് LED വാങ്ങിയത് ഇത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങുന്നത്. പക്ഷെ അത് വർക്ക് ചെയ്തില്ല. അപ്പോൾ ആ ലൈറ്റിന് ഞാൻ ഉദ്ദേശിച്ചപ്പോൾ എനിക്ക് വന്നില്ല. അങ്ങനെ ചെറിയ ചെറിയ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു തോന്നില്ല. നമ്മൾ വിചാരിച്ചത് കുറച്ചുകൂടി ഒരു ഒന്നുകൂടി ഒന്ന് നല്ലോണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ ഓക്കെയാണ്. അവർക്ക് അറിയില്ലല്ലോ നമ്മളെന്താ വിചാരിച്ചത്. അപ്പോൾ അവർക്ക് അത് വലുത് 100% കിട്ടിയില്ല. പക്ഷെ എന്നാലും പറ്റുന്ന പക്ഷെ രീതിയിൽ അവർക്കത് 100% ആയിരുന്നു. അത് കണ്ടപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളിത് അവിടെ ഉണ്ട്. സിനിമ ആണ്. വേറൊരാളുണ്ട് സിനിമ കാണുക. ടിവിയിൽ സിനിമ ഫോണിൽ സിനിമ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ വ്ളോഗ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ മാമൻ്റെയും അമ്മേൻ്റെ റിയാക്ഷനും കൂടി ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈക്ക് അവർ ശരിക്കും എന്താ പറയുക സർപ്രൈസ്ഡ് ആയോ, അവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. മെമ്മറിയല്ലേ നമുക്ക് കേട്ടിരിക്കാനൊക്കെ. അതല്ല, അതാണല്ലോ നമ്മൾ അറിയേണ്ടത്. കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അവരതിൽ ഹാപ്പിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുള്ളത്, എന്താ അവർക്ക് പറയാനുള്ളത് അപ്പോൾ അതും കൂടി നമ്മൾ ഈ വ്ളോഗിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ. ഹാപ്പി തംസ് വെരി ഇമ്പോർട്ടൻറ്റ്.
എല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയില്ലേ? എല്ലാവരും പോയി. ക്ലീനിങ്ങിലാണ്. കിച്ചൺ ഒന്നതേ പാത്രങ്ങളൊക്കെ കഴുകി സൈഡാക്കി മൊത്തം അടിച്ച് വാരി തുടച്ച് കഴിഞ്ഞ് വേണം ഇങ്ങനെയൊക്കെ കഴുകിയിട്ട് കിടക്കണം. സർപ്രൈസ് എന്ത് സർപ്രൈസ്? ഇന്നിപ്പോ എന്ത് സർപ്രൈസാ കിട്ടി നിങ്ങൾക്ക്? വിചാരിക്കാമായിരുന്നു പറഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല, ലൈക്ക് എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ റീൽ ചെയ്യാന്നല്ലേ ഇനി പറഞ്ഞില്ലേ? ഞാനങ്ങനെ എനിക്ക് അങ്ങനെ ദിവ്യശക്തി ഒന്നും ഇല്ല മനസ്സിലാക്കി. ഒന്നും ലൈക്ക് ഒരു ഡൗട്ട് ഒന്നും തോന്നിയില്ല. എനിക്കൊന്നും തോന്നിയില്ല. ഞങ്ങൾ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? ആളുടെ അല്ല, അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങള്? സൂപ്പർ. താങ്ക് യു. എന്തായാലും അഭിനയിക്കാൻ നല്ല മിടുക്കികളാണെന്ന് ഞാൻ മനസ്സിലാക്കി. മിടുക്കികളും മിടുക്കന്മാരും അല്ലേ? ഡെക്കറേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. ഉറക്കം പറയാ കേൾക്കട്ടെ. നന്നായിട്ടുണ്ട്. ഉറക്കം പറയാന്ന് പറയുമ്പോ മുഖം എന്തിനാ എക്സ്പ്രഷൻ കാണിക്കുന്നു? ഉറക്കം പറഞ്ഞ പോലെ. ഹിന്റ് ഒന്നും കിട്ടിയിട്ടില്ല, ഒരു ഇതും കിട്ടിയിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാരണം സാധാരണ പാറ് വന്നു കഴിഞ്ഞാൽ നിരേച്ചിൻ്റെ അടുത്ത് കുറേ സമയം എനിക്ക് വർത്തമാനം പറയുകയൊക്കെ ഇരുന്നോളെ ഒന്നും കിട്ടിയില്ല. മുകളിലായിരുന്നു ഒരു കംപ്ലീറ്റ് വരുന്നത്. മുകളിൽ അതിൻ്റെ പ്രാക്ടീസിലാണ്. ഞാൻ ഇടയ്ക്ക് മുകളിൽ പോയി വരുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു പ്രതീക്ഷയിലായിരുന്നു, ആ ഒരു രീതിയിലാണ് നിന്നിരുന്നത്. ഇനി അവരൊക്കെ വന്നപ്പോൾ കാണാതെ മുകളിലേക്ക് കയറ്റണം എന്ന് വിചാരിച്ച്. പക്ഷെ എന്ത് കളി കളിച്ചിട്ട് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റിയില്ല. ബേബി ദുബായി പോണില്ലേ, അതിന് യാത്ര പറയാൻ പോകുന്നുണ്ടെന്ന് പറയാനോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ടാണ്. ശരി, പോലെയായി. അതെ. അതിന് മുൻപ് കുറച്ച് ക്ലീനിങ് പരിപാടി കുറച്ചുകൂടി ഉണ്ട്. പിന്നെ നമുക്ക് കുറേ പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവിടെ. ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് അത് കഴിഞ്ഞ് കുളിച്ചിട്ട് വേണം കിടക്കാൻ. കിടക്കുമ്പോൾ എന്തായാലും 12 മണി ഉറപ്പാണ്. ഇന്ന് കിടക്കുമ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ. എവിടെ അത്? മറ്റേ ഡസ്റ്റ് എന്തോ ബൈ പറ. നേരത്തെ പറഞ്ഞ പോലെ പറ. ബൈ. വരുന്ന